കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പ്രേമൾ എന്താ മോളെ പറഞ്ഞത്? അമ്മ ഏട്ടൻ ഉടനെ തിരിച്ചു വരുന്നു. അവനവളെ കണ്ടിരുന്നോ? അതൊന്നും അവള് പറഞ്ഞില്ല. അതിനു മുമ്പേ അവള് ഫോൺ കട്ട് ചെയ്തു. പിന്നെങ്ങനെയാ അവൾ അറിഞ്ഞത് അവൻ വരുമെന്ന്? അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴേക്കും അവള് ഫോൺ കട്ട് ചെയ്തില്ലേ അമ്മ. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോനെ, ഏട്ടാ, ഏട്ടൻ എങ്ങനെയാ വന്നേ? ആരാ രക്ഷിച്ചേ? ആ കമ്മീഷണറാ? അതൊക്കെ വിശദമായിട്ട് പറയാം. മൈസൻ, ഇവൾ ഇത്രയും നേരം നിന്നെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എടാ, നീ എങ്ങനെയാ അവിടുന്ന് ഇറങ്ങിയത്? ഇത് നിങ്ങളുടെ ആ ഓഞ്ഞ കമ്മീഷണർ പറഞ്ഞൊന്നുമല്ല, എൻ്റെ ഒരു സൗജന്യം. നിങ്ങളെ ഞാനിപ്പോൾ പുറത്തിറക്കുന്നത് എനിക്കേറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടാ. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരാൾ. അതുകൊണ്ടാ. പൊയ്ക്കോ. അവിനാശോ? ഏട്ടം, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മൈ ഗോഡ്, ആ ചെറുത്താൻ നിനക്ക് ലോകകപ്പ് തുറന്നു തന്നോ? വാട്ട് എ സർപ്രൈസ്! അവന് നല്ല ബുദ്ധി തോന്നിയതാണോ, അതോ ഇനി ആ കമ്മീഷൻ എങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടാണോ? എന്തായാലും നീ തിരിച്ചു വന്നല്ലോ. ഐ ആം ഹാപ്പി. എന്താ ഏട്ടാ ശരിക്കും സംഭവിച്ചേ? സംഭവിച്ചത് എന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാ അവൻ വന്ന് ലോക്കപ്പ് തുറന്നു വന്നത്. എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. മൈസൺ, എല്ലാം മൂകാംബിക ദേവിയുടെ ശക്തിയാ. അമ്മയാ അവനെ കൊണ്ട് ഇതെല്ലാം തോന്നിപ്പിച്ചത്. മൂകാസുരനെ വരെ വധിച്ച ദേവിയാ. ഇവനെ പോലുള്ള ദുഷ്ടന്മാരെ നിലയ്ക്ക് നിർത്താൻ ദേവിക്കറിയാം. ദേവിയുടെ ഹെൽപ്പുള്ളപ്പോ നിങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. മോളെ, വിഷമിക്കണ്ട കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ജ്യോതി, നിന്റെ പ്രാർത്ഥനയാ അവന്റെ മനസ്സ് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മ പറഞ്ഞ പോലെ മൂകാംബിക ദേവി നിന്റെ പ്രാർത്ഥന കേട്ട് കാണും. പ്രാർത്ഥിച്ചോളൂ രണ്ടുപേര്. പ്രാർത്ഥിച്ചോളൂ. മൈ ലിറ്റിൽ കണ്ണ, താങ്ക് യു കണ്ണ. നീയാണ് എന്റെ മോനെ ഹെൽപ്പ് ചെയ്തത്. ഇല്ലെങ്കിൽ ആ ദുഷ്ടന്റെ മനസ്സിൽ
അങ്ങനെ തോന്നത്തില്ലല്ലോ. എന്തായാലും എല്ലാം മംഗളകരമായി അവസാനിച്ചല്ലോ. അപ്പോ എന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. നമ്മുടെ ദൗത്യം കഴിഞ്ഞു. നാം മടങ്ങുകയാണ്. ക്ഷമിക്കണം സ്വാമി. സ്വാമിയോട് ഞാൻ കുറച്ച് മോശമായി പെരുമാറിയിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പവുമില്ല. ആദ്യ രാത്രി മുടക്കാൻ വന്നത് സ്വാമിയല്ല, ഏത് ദൈവം തമ്പുരാനായാലും ആളുകൾ ഇങ്ങനെയൊക്കെ പറയൂ. പക്ഷേ ഒരു ജന്മത്തിന് ചില നിയോഗങ്ങളുണ്ട്. ആ നിയോഗത്തിന് ചില സൂചനകളും ഉണ്ട്. ആ സൂചനകളായിട്ടാ ഞങ്ങളുടെ സ്വാമിമാര് വരുന്നത്. ഞങ്ങളെ അനുഗ്രഹിക്കണം സ്വാമി. എല്ലാ അനുഗ്രഹവും ഭഗവാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒരനുഗ്രഹത്തിന്റെ ആവശ്യമില്ല. മൂകാംബിക ദേവി മനസ്സ് നിറഞ്ഞനുഗ്രഹിച്ച ദമ്പതികളാ നിങ്ങൾ. ഇനി നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ജീവിതം തുടങ്ങാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. സ്വാമി, ദക്ഷിണ. ദക്ഷിണയോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നിയോഗമായിരുന്നു ഇത്. ആ നിയോഗം കഴിഞ്ഞു. നാം ഒരിടത്തൊന്നും ദക്ഷിണ വാങ്ങാറില്ല. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. കുടിക്ക്. എന്താ ആപ്പിള് കഴിക്കില്ലേ? എന്റെ പൊന്നുമായെ, എനിക്കിതൊന്നും വേണ്ട. എന്താ നീ കാണിക്കുന്നേ? നമ്മളിപ്പോ കല്യാണം കഴിച്ച നവദമ്പതികളാണോ ഇങ്ങനെ ആദ്യരാത്രി ആഘോഷിക്കാൻ? അതെന്താ, കുറച്ചു മുമ്പേ കല്യാണം കഴിച്ചെന്ന് കരുതി ഇപ്പൊ ആദ്യരാത്രി ആഘോഷിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇതൊന്ന് എന്റെ മുടിയിലൊന്ന് ചൂടിച്ചു തന്നെ. പറയുന്നത് കേൾക്ക്. ഇതെന്റെ തലയിൽ വെച്ചതാ. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സുപ്രിയെ ഇത്രയേറെ സ്നേഹിച്ച ഏട്ടൻ എപ്പോഴാ എന്നെ സ്നേഹിച്ചത്? സൗപർണികയിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പോ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കളവായിരുന്നു അല്ലേ? നിന്നോടങ്ങനെ പറഞ്ഞപ്പോ സത്യത്തിൽ എൻ്റെ ഉള്ളിലും വേദന ഉണ്ടായിരുന്നു. കാരണം അതിന് എത്രയോ മുമ്പേ നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ഇതെനിക്ക് 3-ാം ജന്മമാണ്. മുമ്പ് 2 തവണയും മരണത്തിന് മുമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചത് നീയാ. ഇപ്പോഴും നിന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാ നീ എന്നെ രക്ഷിച്ചത്. എനിക്ക് വേണ്ടി സ്വന്തം പ്രാണൻ പോലും ത്യജിക്കാൻ തയ്യാറായ നിന്നെ
ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? താൻ എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാൻ വയ്യ, സ്നേഹം പ്രകടിപ്പിക്കാനും വയ്യ. താൻ അടുത്ത് വരുമ്പോ, എന്നോട് സംസാരിക്കുമ്പോ, എന്റെ കണ്ണുകളിൽ നോക്കി നിൽക്കുമ്പോ പലപ്പോഴും എന്റെ ഉള്ളിലെ സ്നേഹം അറിയാതെ പറഞ്ഞു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. 1 വർഷത്തിലധികം ഇതേ മുറിയിൽ നീ എന്നോടൊപ്പം ജീവിച്ചു. ഓരോ തവണ ഞാൻ നിന്നെ അവഗണിക്കുമ്പോഴും നീ എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് വന്നു. ഞാൻ മുറിച്ചു മാറ്റാൻ ശ്രമിക്കും തോറും നീ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. നീ എന്നെ സ്നേഹം കൊണ്ട് കീഴടക്കി. ഓർമ്മകളുടെ വിഭ്രാന്തിയിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എനിക്ക് ഈ ജീവിതം തന്നു. ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയാ? ഇനി ഈ ജന്മം എനിക്ക് നിന്റെ കൂടെ ജീവിച്ച് മരിച്ചാ മതി. ഏട്ടാ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ, ഉള്ളം താനെ പാടുന്നെന്തേ, മെല്ലെ മെല്ലെ മൂളുന്നെന്തേ, മൃദുലമാ മധുരവും മധുകണം കരുതിയോ, ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിറവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ. മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ, ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ. മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ, പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ. മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ, കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ. മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ, ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ
നമ്മൾ എത്ര നാളുകൊണ്ട് കാത്തിരുന്ന ദിവസമായത്. ഇത് നമുക്ക് ആഘോഷിക്കണം. ആ. എന്താ പ്രിയ, ഒന്ന് ചിരിക്കേ. എത്ര സന്തോഷത്തോടു കൂടിയാ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത്. എന്നിട്ടും എന്താ നിന്റെ മുഖത്ത് സന്തോഷമില്ലാത്ത? നീ പറഞ്ഞ പോലെ നീക്കേ ഞാൻ വിട്ടില്ലേ? നിന്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും ശാന്തി മുഹൂർത്തം ഒരു കുഴപ്പമില്ല നടന്നില്ലേ? അതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ പ്രിയ ഞാൻ ചെയ്തത്. ഒരു മിനിറ്റ്. ഈ പാല് കുടിച്ച് നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തം ആഘോഷിച്ചു തുടങ്ങാം. ഇത് കുടിക്കേ. ഓ, ആണുങ്ങൾ കുടിച്ചിട്ട് അതിനുശേഷം പകുതി സ്ത്രീകൾ കുടിക്കണമെന്നാണല്ലോ നമ്മുടെ നാട്ടിലൊരു ചടങ്ങ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പകുതി കുടിച്ചിട്ട് ബാക്കി പാല് മോക്ക് തരാം. ഇനി കുടിക്കേ. വാ കുടിക്കേ. പ്രിയ പ്ലീസ് കുടിക്ക് പ്രിയ, ഞാനല്ലേ തരുന്നത്. മോളുടെ ഏട്ടനല്ലേ. ദാ കുടിക്കേ. ദാ പ്രിയ. പ്രിയ പ്രിയ എന്തായി കാണിക്കുന്നേ? എന്റെ കുഞ്ഞിനെ തൊട്ടല്ലേ? കുഞ്ഞോ? നീ എന്റെ കുഞ്ഞിനെ തൊട്ടല്ലേ? നീ എന്തായി കാണിക്കുന്നത്? പ്രിയ ഞാനാണ്. പ്രിയ 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 നിനക്ക് എന്താ പറ്റിയേ? അവന്റെ ഒരു ശാന്തി മുഹൂർത്തം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരത്തെ ഉണർന്നായിരുന്നോ? നേരത്തെ ഉണർന്നു. എന്നെ ഒന്ന് വിളിക്കാറുന്നില്ലേ? ഞാൻ ചായ ഇട്ട് തരുമായിരുന്നല്ലോ.
ഇട്ടോ? ആരാ ചായ ഇട്ടെ? തൽക്കാലം ഈ ചായ കുടിക്കും, എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ. ചായക്കൊക്കെ ഇത്ര രുചിയോ? വെറുതെ വെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് തേയിലയും പഞ്ചസാരയും പാലും ചേർത്താൽ ചായ ആവില്ല. പിന്നെ ഓരോന്നിനും ഓരോ പ്രൊപ്പോർഷൻ ഉണ്ട്. ഈ പ്രപ്പോഷനൊക്കെ എങ്ങനെ പഠിച്ച്? ഒരു ഷെഫിന്റെ ലൈഫിലെ ആദ്യ പാഠങ്ങൾ എന്തൊക്കെ ഏതൊക്കെ എത്രയൊക്കെ അളവിൽ ചേർക്കാൻ പഠിക്കണമെന്നുള്ളതാണ്. എന്താ നോക്കുന്നു? വെറുതെ ഒരു രസം. അയ്യടാ, ഒരു രസക്കാരൻ. എങ്ങനെയുണ്ട് എന്ത് ചായ?